നമസ്കാരം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയത്ത് ഇല്ലിക്കൽ. നിഫ്റ്റി ആ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഒരു ഷാർപ്പ് ഫോൾ ഉണ്ടായിരുന്നു. ആ ഫോളിൽ നിന്ന് ഇപ്പോൾ നിഫ്റ്റി എത്തി നിൽക്കുന്നത് 3000 പോയിൻ്റ് മുകളിലാണ്. അതായത് ഒരു മാസത്തിൽ താഴെ നിഫ്റ്റി 3000 പോയിൻ്റിൻ്റെ അടുത്ത് റിക്കവറി രേഖപ്പെടുത്തി, പ്ലസ് റാലിയും രേഖപ്പെടുത്തി. സെൻസെക്സും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ സെൻസെക്സ് 70,000 എന്ന റേഞ്ചായിരുന്നു. ഇപ്പോൾ 80,000 ടച്ച് ചെയ്തു. സെൻസെക്സ് ഇതിൻ്റെ ചരിത്രത്തിൽ കൈവരിച്ചിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 10,000 പോയിൻറ്റിൻ്റെ റാലിയാണ് നമ്മൾ കാണുന്നത്. HDFC ബാങ്കിൽ MSMEയുടെ ആ ഒരു വെയിറ്റേജ് റീസ്ട്രക്ചർ കാരണം HDFC ബാങ്കിൽ നമ്മൾ ഇന്നലെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തു. എന്നാൽ ഇന്നലെ HDFC ബാങ്ക് മാത്രമായിരുന്നില്ല ബാങ്ക് നിഫ്റ്റീനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ICICI ബാങ്കിനും ആക്സിസ് ബാങ്കിനും അതിൻ്റെ യഥാർത്ഥ പങ്കുകൾ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. കാരണം 500 പോയിൻ്റാണ് HDFC ബാങ്കിൽ നിന്ന് വന്നത്. ബാക്കിയുള്ള റാലിയെല്ലാം തന്നെ മറ്റുള്ള ബാങ്കിങ് സെക്ടറിൽ നിന്നാണ് വന്നത്. റിസൾട്ടിന് മുമ്പ്, Q1 റിസൾട്ടിന് മുമ്പ് പല ബാങ്കിങ് കമ്പനീസും അവരുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വിട്ടപ്പോൾ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ വലിയ രീതിയിൽ കൂടിയിരുന്നു. അതും ഇന്നലത്തെ ആ ഒരു റാലിക്ക് കാരണമായിട്ടുണ്ട്. ഈ TCS പോലെയുള്ള ചെറിയ കമ്പനികളിൽ, ചെറിയ കമ്പനിയല്ല, ചെറിയ ഫോളാണ് കണ്ടിട്ടുള്ളത്. TCS നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പിട്ടുള്ള ദിവസങ്ങളിൽ IT സെക്ടറിലുള്ള എൻ്റെയർ IT സെക്ടർ ഈ ഒരു നിഫ്റ്റീനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അതിൻ്റേതായിട്ടുള്ള വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. US മാർക്കറ്റ് അവധിയാണ്, ഇൻഡിപെൻഡൻസ് ഡേ കാരണം. എന്നാൽ അവിടെ നിന്ന് കീ ഇവൻറ്റുകൾ വരുന്നുണ്ട്. നോൺ ഫാൺ പേറോൾ ഡേറ്റ പോലെയുള്ള കീ ഇവൻറ്റുകൾ വരുന്നുണ്ട്. അത് നമ്മൾ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി FIസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIs ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഷാർപ്പ് ബൈയെ നടത്തിയത് 5484 കോടി രൂപയുടെ ബൈയിങ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം 924 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ അവർ സെല്ല് ചെയ്തിട്ടുള്ളത് വലിയ പ്രോഫിറ്റിലാകും അവർ സെല്ല് ചെയ്തിട്ടുള്ളത്. കാരണം എത്രയോ നാളുകളായിട്ട് അവർ ബൈ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ മുകളിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിന് ശേഷം ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്ലസ് 50 പോയിൻറ്റ് മുകളിലാണ്. ഇതാണിപ്പോൾ ഉള്ള മാർക്കറ്റിലെ ഒരു വൺലൈൻ ആയിട്ടുള്ളൊരു ബ്രീഫ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് ബജാജ് ഫിനാൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് നോക്കാം. ബജാജ് ഫിനാൻസ് ഇവിടെ കസ്റ്റമർ ഫ്രാഞ്ചൈസി ഏകദേശം 72 മില്യണിൽ നിന്ന് 88 മില്യണിലേക്ക് വളർച്ച കൈവരിച്ചു. ലോൺ ബുക്ക് ചെയ്തത് 10% ഉയർന്നു. കൂടാതെ തന്നെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇവരുടെ ഏകദേശം ഒരു 31% വർധനവ് ലഭിച്ചു. ഡെപ്പോസിറ്റ് 26% വർദ്ധിച്ചു എന്നുള്ള ഘടകങ്ങളാണ് ബജാജ് ഫിനാൻസിലുള്ളത്. ബന്ധൻ ബാങ്കും അവരുടെ നെറ്റ് അഡ്വാൻസ് 21% വർദ്ധിച്ചു. കൂടാതെ തന്നെ ടോട്ടൽ ഡെപ്പോസിറ്റ് 22% വർദ്ധിച്ചു. വേദാന്ത കമ്പനി ഇവരുടെ അലൂമിനിയം പ്രൊഡക്ഷൻ 3% വർദ്ധിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇവരുടെ അഡ്വാൻസ് 42% വർദ്ധിച്ചു. കൂടാതെ തന്നെ ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 46% വർദ്ധിച്ചു. L&T ഫിനാൻസ് ഹോൾഡിംഗ് കമ്പനി ഇവരുടെ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ 33% വർദ്ധിച്ചു. ലോൺ ഏകദേശം ഒരു 31% വർദ്ധിച്ചു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി ബാംഗ്ലൂരിൽ അവർ 1100 കോടി രൂപയുടെ ലക്ഷറി പ്രൊജക്റ്റുകൾ തുടങ്ങാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ബ്രിഗേഡ് ഒരു റിയാലിറ്റി കമ്പനിയാണ്. GTN ഇന്ത്യ കമ്പനി ഇവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചു. ഫ്രാൻസിൽ നിന്നാണ് ഓർഡർ ലഭിച്ചത്. 64 മില്യണാണ്. 64 മില്യൺ യൂറോയാണ് ഈ ഒരു ഓർഡറിൻ്റെ വാല്യൂ. കായ കമ്പനി ഇവർ മാരിക്കോയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഏഷ്യൻ പെയിൻറ്റ് ഇൻ്റർനാഷണൽ 200 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. തനേജ എയറോസ്പേസ് കമ്പനിക്ക് 15 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ആദിത്യ വിഷൻ കമ്പനി 10:1 എന്ന റേഷ്യോയിൽ അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് 10 സ്റ്റോക്കായി മാറും. കരസൽ കമ്പനി ഇവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 125 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് സമയത്ത് ന്യൂസുകൾ കിട്ടാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്നത്തെ FIയുടെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ്, IPO, ഡിവിഡൻഡ്,
ബെറൈക്കോട്ട് സ്റ്റോക്കുകൾ തുടങ്ങിയവ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. അതിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ സാധിക്കും. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്നലത്തെ സ്പോട്ട് കാണാം 24,300, PCR 1 ആണ്. മേജർ റെസിസ്റ്റൻസ് സോൺ 24,500, 24,700 സപ്പോർട്ട് 24,000 ആണ് മേജർ സപ്പോർട്ട് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 60,400, ഗോൾഡ് കയറി $2,353 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ $87 പെർ ബാരൽ എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഏറ്റവും താഴെ കാണാം US മാർക്കറ്റ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 3 US മാർക്കറ്റും പോസിറ്റീവായ രീതിയിലാണ് ക്ലോസിങ് നടത്തിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഗ്ലോബൽ അപ്ഡേറ്റ്. ഇനി ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ പണയപ്പെടുത്തി ഫണ്ട് റൈസ് ചെയ്തിട്ട് ബൈ ചെയ്യാം എന്നുള്ളൊരു ഫെസിലിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിങ് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക് അങ്ങനൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ട, സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടിട്ട് അതിൻ്റെ പണയപ്പെടുത്തി നമുക്ക് ആ ഫണ്ട് കൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും പറ്റും. സെല്ല് ചെയ്യാൻ ഓൾറെഡി പറ്റും, ബൈ ചെയ്യാനും പറ്റും. അപ്പോൾ അപ്സ്റ്റോക്ക് ഇന്ത്യയുടെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.